40 നാളുപവസിക്കാം, വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശായ്സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അസാധാരണമായൊരു യാത്രയാണ് ആ മനുഷ്യൻ പൂർത്തിയാക്കിയത്. അതവന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു യാത്ര കൂടിയായി തീർന്നു. പലതരത്തിലുള്ള ചിന്താഭാരം പേറിയാണ് അവൻ ആ യാത്ര തുടങ്ങിയത്. അനവധി പ്രതിസന്ധികൾ അവന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവൻ അശുദ്ധനായ മനുഷ്യനാണ്. അവൻ പാളയത്തിൽ നിന്നും തള്ളപ്പെട്ടവനാണ്. അവൻ മുറിവേറ്റവനാണ്. അവന്റെ ശരീരം ദുർഗന്ധം കൊണ്ട് നിറഞ്ഞവയാണ്. മുറിവേറ്റ ശരീരവുമായി, മുറിഞ്ഞു വീഴുന്ന ശരീരഭാഗവുമായി അവൻ അനേക ദൂരം നടക്കുവാനായിട്ടുണ്ട്. ആളുകൾ അവനെ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിക്കുകയും അവനെ കല്ലെറിയുകയും ചെയ്യുന്നതായിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളെയൊക്കെയും അവൻ മറികടന്നത്, താൻ ആരെയാണോ തേടി ചെല്ലുന്നത്, താൻ ആരെയാണോ കാണുവാനായിട്ട് പോകുന്നത്, ആ ലോകത്തിന്റെ സൃഷ്ടാവ് തൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിലാണ്. എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറമായി ക്രിസ്തു എന്ന ലോക രക്ഷിതാവ് തൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തും എന്ന് അവന് അറിയാമായിരുന്നു. പരിപൂർണമായ വിശ്വാസം ആ മനുഷ്യന്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാന് അവന് കരുത്ത് നൽകി. ദൂരെ നിന്നും കർത്താവിനെ കണ്ട മനുഷ്യൻ ഓടിച്ചെന്ന് അവൻ കവിണ്ണു വീണ് നമസ്കരിച്ചു. സാഷ്ടാംഗ പ്രണാമത്തിലൂടെ അവൻ പ്രകടമാക്കിയത് തൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ യാതനയും വേദനയും പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണുനീരുകളുമാണ്. അവന്റെ പ്രാർത്ഥന ഒറ്റ വരിയിലുള്ളതാണെങ്കിലും ശ്രദ്ധേയവും ശക്തവുമായ പ്രാർത്ഥനയാണ്. അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാനായിട്ട് കഴിയും. മർക്കോസ് എവൻഗേലിസ്ത കർത്താവിന്റെ മറുപടിയെ വളരെ മനോഹരമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നു. കർത്താവിന് മനസ്സലിവുണ്ടായി എന്ന്. കർത്താവ് മനസ്സലിഞ്ഞുകൊണ്ട് അവരോട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന്. സന്തോഷത്തോടെ ആ മനുഷ്യൻ കർത്താവിനെ ഘോഷിച്ചുകൊണ്ട് തിരികെ പോന്നു. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെ, നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ, കണ്ണുനീരുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. തീർച്ചയായും അവൻ നമുക്ക് ഉത്തരം നൽകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ ജീവിതത്തിന് ആശ്വാസം നൽകട്ടെ, നമ്മെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.